സംസ്ഥാന സ്കൂൾ കലോത്സവ മിമിക്രി വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ വ്യത്യസ്തനായൊരു മത്സരാർത്ഥിയെ കണ്ടു. ഇടതടവില്ലാതെ കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏതൊരു മത്സരാർത്ഥിയുടെയും ആദ്യ ചിന്ത. പക്ഷേ ഇയാൾ അങ്ങനെ ആയിരുന്നില്ല. കൃത്യമായി ഇടവേളകൾ എടുക്കേണ്ട സമയത്ത് ഇടവേളകൾ എടുത്ത് പറയേണ്ടത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അസാധ്യ പെർഫോമൻസ്. എല്ലാ അർത്ഥത്തിലും പ്രൊഫഷണൽ ആണെന്ന് തോന്നി മുഹമ്മദ് യാസിൻ, എറണാകുളം ജില്ലയുടെ മുഹമ്മദ് യാസിൻ. യാസിൻ ഏത് സ്കൂളിലാണ്? എബനേസർ വീട്ടൂർ സ്കൂളിലാണ്. ആ പെർഫോമൻസിൻ്റെ ഏറ്റവും ഐക്കണായിട്ടുള്ളൊരു പാർട്ട് ഇപ്പോൾ അവതരിപ്പിക്കാം. ഓക്കെ, അത് ഒരേ സമയം 4 സൗണ്ടാണ് ചെയ്യുന്നത്. ആദ്യമായി 2, 3, 4 ഇതെല്ലാം ഒരേ സമയം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയതും ഇതാണ്. മറ്റൊന്ന് BGM, സിനിമകളിലെ BGM അസാധ്യമായി ചെയ്തു. അത് ഇതൊന്നും പുകഴ്ത്തി പറയലല്ല, ആസ്വദിച്ച ഒരാളെന്ന നിലയ്ക്കുള്ള അഭിപ്രായ പഠനമാണ്. നന്ദി നന്ദി. ഏതൊക്കെയാണത്? നമ്മുടെ മമ്മൂട്ടി നായകനായ ഭീഷ്മ പർവ്വം എന്ന സിനിമയിൽ ഇത് BGM ചെയ്യാം. മറ്റൊന്നുകൂടി ചാമ്പിക്കോ. ഏത് ക്ലാസ്സിലാണ്? 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ +1 ഉണ്ട്, +2 ഉണ്ട്. അവസരങ്ങളിൽ വല്ലാതെ കാത്തിരിപ്പുണ്ട്. പ്രൊഫഷണൽ മിമിക്രി സംഘങ്ങൾക്കൊപ്പം പോകാറുണ്ടോ? ആ. ഏത് ഗ്രൂപ്പിലാണ്? ജോബി പാലാന്നൊരു പുള്ളിയാണ്. അപ്പോൾ അവിടെ എന്താണ് ഈ വൺ മാൻ ഷോ പോലെ ഇങ്ങനെ ബീറ്റ് ബോക്സ് ചെയ്യും. സ്കിറ്റുകളൊക്കെ? സ്കിറ്റ് ചെയ്യാറില്ല. ഇനി ഒരു സ്പെഷ്യൽ BGM കൂടി ഉണ്ട്. സർബത്ത് ഷമീർ ആടുന്ന സിനിമയിലെ സർബത്ത് ഷമീർ എന്നൊരു കഥാപാത്രം പറയുമ്പോൾ ഇൻട്രോ ഉണ്ട്. BG അത് ചെയ്യാം. ആരുടെയും ശബ്ദം അനുകരിക്കേണ്ടെന്ന് തീരുമാനിച്ചതാണ്? അല്ല, അത് പഠിക്കാൻ പറ്റത്തോളാണ് ബീറ്റ് ബോക്സ് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് തോന്നി തുടങ്ങിയത് യാസീന് എന്നെക്കൊണ്ട് ഇത് പറ്റും എന്നാണ്? ഇത് ചുമ്മാ നിങ്ങൾ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ കുറേ ഇങ്ങനെ ആൾക്കാർ ചെയ്യണതാണ്. അപ്പോൾ അവരിങ്ങനെ ചുണ്ട് പോകുന്ന രസമാണ് കാണാൻ. ഇങ്ങനെ വ്യത്യസ്തമായ സൗണ്ട് വരുമ്പോൾ നമുക്കത് പഠിക്കാൻ തോന്നി. അങ്ങനെ പഠിച്ചാൽ. അപ്പോൾ അത്ര നിരീക്ഷണം വേണം. ആ ശരി, ഏതായാലും ഒരു പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ കണ്ടത്. മുഹമ്മദ് യാസീൻ, എറണാകുളം ജില്ലക്കാരനാണ്. ഏതായാലും അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ആ കുട്ടിയെ അഭിനന്ദിക്കാതെ പറ്റില്ല. ക്യാമറമാൻ അജിത് എല്ലാറിനൊപ്പം PS കൃഷ്ണരാജ്, ജനം, കലോത്സവ നഗരി, തൃശ്ശൂർ.